PMAY പോലെയുള്ള കാര്യം ഇവിടെ കോഴിക്കോടിന്റെ കൗൺസിലർ പ്രതിപക്ഷ നേതാവൊക്കെ ഉണ്ട്. അവരൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നോട് നഗരങ്ങൾക്ക് കിട്ടുന്ന PMAY ഇല്ല, അതിന് പറഞ്ഞൊരു എംബ്ലം വീടുകളിൽ വെക്കുന്നതാണ്. അങ്ങനെ ഒരു എംബ്ലം വീടുകളിൽ വെക്കുന്നതിന്റെ പേരിൽ സെൻട്രൽ ഗവൺമെന്റ് കൊടുക്കേണ്ട ഒരു പൈസ തടയേണ്ട കാര്യമൊന്നുമില്ല. അന്ന് കോൺഗ്രസ് ഭരിച്ചിരുന്ന കാലത്തും അത്തരത്തിൽ പല പേരുകളിൽ ഇന്ദിരാ ആവാസ് യോജന എന്നൊക്കെ പറയുന്ന പദ്ധതികളൊക്കെ വന്നിട്ടുണ്ട്. അതുപോലെ ഇപ്പോഴും വരുന്നുണ്ടെന്ന് കരുതിയിട്ട് അതിനെ തടുക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പൊ അതുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റുമായി അൺഹെൽത്തി ആയിട്ടുള്ള ഒരു ഡിബേറ്റിലേക്ക് ഞങ്ങൾ എന്തായാലും പോകാൻ ഞങ്ങൾ ഉദ്ദേശിച്ചു. കണ്ടിന്റെ കേരളത്തിന്റെ കുമ്മനം ഷാജി ഒരു തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി പറയുന്ന ഡയലോഗാണ്. വേണമെങ്കിൽ മോഡിയുടെ പടവും വയ്ക്കാം, അതിനൊന്നും ഞങ്ങൾക്കെതിരില്ല, അതിന് കേന്ദ്രത്തോട് ഫൈറ്റ് ചെയ്യാൻ ഞങ്ങളില്ല എന്നാണ് പറയുന്നത്. കുമ്മനം ഷാജി, നിനക്കോ നിന്റെ മലപ്പുറം പാർട്ടിക്കോ അതിന്റെ തലപ്പത്തിരിക്കുന്ന തങ്ങന്മാർക്കോ ആർക്ക് വേണമെങ്കിലും പോയിട്ട് മോഡിയുടെ മുമ്പിൽ കുനിഞ്ഞു നിൽക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ ഓംബ്ര എന്ന് വിളിക്കാം. അത് നിന്റെയൊക്കെ ഇഷ്ടമാണ്, അത് നിന്റെയൊക്കെ പാർട്ടിയുടെ പാരമ്പര്യമാണ്. രാഷ്ട്രീയത്തിന് വേണ്ടിയിട്ട് ഏവന്റെ കാല് പിടിച്ചും ആരെ വാപ്പ എന്ന് വിളിക്കാൻ ഒരു മടിയുമില്ലാത്ത നിന്റെയൊക്കെ രാഷ്ട്രീയം, അതായത് മുസ്ലിം ലീഗിന്റെ രാഷ്ട്രീയമാണ്. അത് നിനക്ക് തുടരാതിരിക്കാം, അത് നിന്റെയൊക്കെ ഇഷ്ടം. പക്ഷെ കേരളത്തിലുള്ള എല്ലാ ജനങ്ങളും വന്നിട്ട് വാപ്പ എന്ന് വിളിക്കണമെന്ന് നീ പറയേണ്ട കാര്യമില്ല, മനസ്സിലായോ? എടാ, നിന്നെയൊക്കെ ജയിപ്പിച്ചു വിട്ടത് ഞങ്ങളുടെ അവകാശങ്ങൾ മേടിച്ചെടുക്കാനാണ്, അല്ലാതെ അവിടെ മോഡിയുടെ ഫോട്ടോ പതിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല, മനസ്സിലായില്ലേ? കേരളത്തിന്റെ അവകാശങ്ങൾ മേടിച്ചെടുക്കണം, മനസ്സിലായില്ലേ? നമുക്ക് അവകാശപ്പെട്ട കാര്യങ്ങൾ മേടിച്ചെടുക്കാനാണ്. അവിടെ ആരുടെ പടം വെക്കണം ആരുടെ പടം വെക്കണ്ടെന്ന് ഞങ്ങൾ തീരുമാനിക്കും, മനസ്സിലായോ? ഞങ്ങളുടെ നികുതി പണത്തിൽ നിന്ന് ഞങ്ങൾക്ക് കിട്ടാനുള്ളത് അവകാശമാണ്. അത് മേടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് നിന്നെപ്പോലുള്ള മലപ്പുറം മൂരികളെ ജയിപ്പിച്ചു വിട്ടത്. അല്ലാണ്ട് അവിടെ ചെന്നിട്ട് നീയൊക്കെ മോഡീനെ വാപ്പ എന്ന് വിളിക്കുന്ന കണക്ക് ബാക്കിയുള്ള എല്ലാവരും മോഡീനെ വാപ്പ എന്ന് വിളിക്കണമെന്ന് പറഞ്ഞ് വാശി പിടിക്കരുത്, മനസ്സിലായ? നീയൊക്കെ വാപ്പാന്നോ കൊച്ചാപ്പാന്നോ വലിയാപ്പാന്നോ ഒക്കെ വിളിച്ചോ, അത് നിന്റെയൊക്കെ പാരമ്പര്യം. അത് മറ്റുള്ളവരും വിളിക്കണമെന്നുള്ള വാശിയുണ്ടല്ലോ. KM കുമ്മനം ഷാജി അത് 4 മടക്കി പോക്കറ്റിൽ വെച്ചാൽ മതി, മനസ്സിലായോ? പറയണ കേട്ടില്ലേ? ഫോട്ടോ ഒട്ടിച്ചാൽ എന്താ കുഴപ്പമൊന്നും? എടാ, നിനക്കൊന്നും കുഴപ്പമുണ്ടാവൂല. ബാബരി മസ്ജിദ് പൊളിച്ചപ്പോഴും നിന്റെയൊക്കെ മരണപ്പെട്ടു പോയ ആ തങ്ങള് പറഞ്ഞാണ്, ഒന്നും പറയാനില്ല, നൊമ്പരം രേഖപ്പെടുത്തുന്നു എന്നാ പറഞ്ഞത്. അതെ, ഇനി ഏതൊരു ന്യൂനപക്ഷത്തിനൊരു പ്രശ്നം വന്നു കഴിഞ്ഞാലും നീയൊക്കെ നൊമ്പരം കടിച്ചമർത്തി നടക്കത്തേ ഉള്ളൂ. അതിനെതിരെ ഒരു വാക്ക് മിണ്ടൂല, കാരണം മിണ്ടാൻ പറ്റൂല നിനക്കൊക്കെ, മനസ്സിലായില്ലേ? നീയൊക്കെ അധികാരത്തിന് വേണ്ടിയിട്ട് ആരെയും കൂട്ടിക്കൊടുക്കാൻ മടിയില്ലാത്തൊരു പാർട്ടിയാണ്. അതുകൊണ്ട് ഇതും പറയും ഇതിനപ്പുറവും പറയും എന്ന് പറഞ്ഞിട്ടേ ആത്മാഭിമാനമുള്ള മലയാളികളോട് വന്ന് പറയരുത് പോയിട്ട് വാപ്പാന്ന് വിളിക്കാൻ വേണ്ടിയിട്ട്. അത് നീയൊക്കെ വിളിച്ചാൽ മതി, അത് നിന്റെയൊക്കെ പാരമ്പര്യം കേട്ടാ. ഫോട്ടോ ഒട്ടിക്കണ്ടെന്ന് ഞങ്ങൾ തീരുമാനിക്കും. ഫണ്ട് മേടിക്കാൻ പറഞ്ഞാൽ അത് വാങ്ങിയാൽ മതി, ബാക്കി ഒരു ഉണ്ടാക്കും നീ പറയണ്ട കേട്ടാടാ കുമ്മനം ഷാജി.